Hi all of you. In this class we are discussing the another important concepts and questions of chemical kinetics. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1-ൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ, ഓർഡർ, അതുപോലെ തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് റേറ്റ് ഇക്വേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻസിലായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 2-ൽ നമ്മൾ കുറച്ചും കൂടി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ചും കൂടി നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അരീനസ് ഇക്വേഷൻ, നമുക്കറിയാം ഈ രണ്ട് കോൺസെപ്റ്റുകളിൽ നിന്നും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കലി ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് എപ്പോഴും ഈ ലോഗിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പാർട്ട് 2-ൽ നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. If 75% of a first order reaction was completed in 32 minutes, then 50% of reaction completed. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബോർഡ് എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നമുക്ക് സാധിക്കണം. നമ്മൾ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന് കൊടുക്കുന്ന അത്രയും ടൈം ഒരു കാരണവശാൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ഉപയോഗിച്ചായിരിക്കണം. ഇവിടെ ആ സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം T75% തന്നിട്ടുണ്ട്. T50% കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് അറിയണം. കാരണം രണ്ടുപേരും സെയിം റിയാക്ഷൻ ആണ്, റേറ്റ് കോൺസ്റ്റന്റ് K സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 75%നെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കോൺസ്റ്റന്റ് K എനിക്ക് എങ്ങനെ എഴുതാം? 2.303 ഡിവൈഡഡ് ബൈ T75%, കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് ഓർത്തേക്കണം കേട്ടോ, ഇൻറ്റു ലോഗ് R0 ഡിവൈഡഡ് ബൈ R. ഞാൻ R0 പെർസെൻറ്റേജിലായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു. പെർസെൻറ്റേജിലാണെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100 എടുക്കാം. ഫൈനൽ കോൺസെൻട്രേഷൻ എത്ര എടുത്തു? 25 എടുത്തു. ഇനി രണ്ടാമത് 50% വരുമ്പോൾ 50% കംപ്ലീറ്റ് ആകുമ്പോഴും റേറ്റ് കോൺസ്റ്റന്റ് K എനിക്ക് എങ്ങനെ എഴുതാം? 0.693 ഡിവൈഡഡ് ബൈ T50% അല്ലേ? ഇതിൽ 50% ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേരുടെയും റേറ്റ് കോൺസ്റ്റന്റ് സെയിം ആയതുകൊണ്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്കെ ആയതുകൊണ്ട്, സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നിർബന്ധമായിട്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം? 2.303 ഡിവൈഡഡ് ബൈ T75%ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു 32 ഇൻറ്റു ലോഗ് 100 ഡിവൈഡഡ് ബൈ 25 ലോഗ് 4 ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ T50%. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T50% കണ്ടുപിടിക്കാം. ഈ 2.303യും 0.693യും കട്ടായി പോകും. കാരണം 0.693 അഥവാ 0.693 എന്ന് പറയുന്നത് 2.303 ഇൻറ്റു 0.3 വരുന്നത്. അപ്പോൾ അത് കട്ടായിപ്പോയി. ലോഗ് 4 എന്നുള്ളത് വാല്യൂ നമുക്കറിയാം, അല്ലെങ്കിൽ ലോഗ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ലോഗ് 2 എന്ന് എനിക്ക് എഴുതാം. 2 ലോഗ് 2 എന്ന് എഴുതുന്നു. ഇതിൽ നിന്ന് നമ്മൾ T50% നമുക്ക് കണ്ടുപിടിക്കാം. T50% ഈസ് ഈക്വൽ ടു T50% നമുക്ക് കണ്ടുപിടിക്കാം. T50% 16 മിനിറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 16 മിനിറ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നത്, നമ്മളിതൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പുകൾ മുഴുവൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ പേപ്പറിൽ മുഴുവൻ പ്രസന്റ് ആയിരിക്കണം ഈ സ്റ്റെപ്പുകൾ മുഴുവൻ. പക്ഷേ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇവിടെ ഒരു എളുപ്പവഴിയുണ്ട്. T75% എന്ന് പറയുന്നത് എപ്പോഴും 2T½ ഈക്വൽ ആയിരിക്കും. T75%. അതിപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇക്വേഷനിലാണെങ്കിൽ നമുക്ക് T75% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2T½ എന്നുള്ള രീതിയിലേക്ക് നമുക്കത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഇവിടെ കൊടുത്താൽ പോരെ T½ കണ്ടുപിടിക്കാൻ വേണ്ടി? T½ ഈസ് ഈക്വൽ ടു 1/2 ഓഫ് T75%. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പ്ലനേഷൻ മറ്റൊരു രീതിയിലും, നേരെ മറിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള മെത്തേഡെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ വരുന്നത്? 16 മിനിറ്റ്. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടൈം റിക്വയർഡ് ടു ഡികമ്പോസ് സൾഫ്യൂറൈൽ ക്ലോറൈഡ് SO2Cl2, തയോണിൽ ക്ലോറൈഡ് അല്ല, സൾഫ്യൂറൈൽ ക്ലോറൈഡ്, to half of its initial amount is 60 minutes. If the decomposition a first order reaction, then calculate the rate constant. നമ്മളോട് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ
പകുതിയാകാൻ വേണ്ടിയുള്ള സമയം തന്നിട്ടുണ്ട്, അഥവാ ടി ഹാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 60 മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സൾഫ്യൂറൈൽ ക്ലോറൈഡിന്റെ ഡികമ്പോസിഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ എടുത്ത് വെച്ചാൽ മതി. 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് അധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം ഇവിടെ തെറ്റാൻ സാധ്യത. നമുക്ക് ഏത് യൂണിറ്റിലാണ് റേറ്റ് കോൺസ്റ്റന്റ് കെ സ്പെസിഫൈ ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ ആ ഒരു കാര്യത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡിൽ തന്നെ ആയിരിക്കണം ആൻസർ കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരും? 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 60 ആണ്. നമ്മളിത് മിനിറ്റിലാണ് എടുക്കുന്നതെങ്കിൽ സോ ഹിയർ വി ഗെറ്റ് ദി മിനിറ്റിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, അഥവാ ഡിവൈഡഡ് വിത്ത് 60 × 60. അങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.925 × 10⁻⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ റിയാക്ഷൻ 2a + b gives a c + d. The following result were obtained in experiments designed to study the rate of the reaction. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പാർട്ട് 1 നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ ഈ ക്വസ്റ്റ്യനിൽ എന്ത് മാറ്റമാണ് വരുത്തിയിട്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മളോട് നമ്മുടെ ടേബിൾ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ലോ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല, അതുവരെ നമ്മൾ പാർട്ട് 1 എങ്ങനെയാണോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ആ തന്നിരിക്കുന്ന റേറ്റ് ലോയിൽ നിന്ന് എങ്ങനെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടി അല്ലെങ്കിൽ ഒരു ലെവലും കൂടെ കൂടിയത്. വീണ്ടും മൂന്നാമത്തെ ലെവൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോസിബിൾ റിയാക്ഷൻ മെക്കാനിസം കൺസിസ്റ്റന്റ് വിത്ത് ദിസ് റേറ്റ് ലോ. ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള മെക്കാനിസം ഏതാണ്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്, അതായത് റേറ്റ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കണം, ആ മെക്കാനിസം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ പാർട്ട് 1 നിന്ന് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് അധികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വീണ്ടും എന്ത് ചെയ്യുന്നു, നേരത്തെ ഉള്ളതുപോലെ തന്നെ നമുക്കിവിടെ റേറ്റ് ലോ നമ്മൾ കണ്ടുപിടിക്കുന്നു. റേറ്റ് ലോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്കൂളിലാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. ആ ടേബിളിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എക്സ്പെരിമെൻ്റൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് ലോ ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ ആ റേറ്റ് ലോ മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജനറൽ ഫോമിലുള്ള റേറ്റ് ലോ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? R ഈസ് ഈക്വൽ ടു K ഇൻറ്റു റിയാക്ഷൻ ഇതാണ്, A വിത്ത് പവർ എക്സ് ഇൻറ്റു B വിത്ത് പവർ Y ആണല്ലോ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതിന് തൊട്ട് താഴേക്ക് ഞാൻ ഓരോ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് ലോ ഞാൻ അവിടെ എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ റേറ്റ് എത്രയാണ് വരുന്നത്? ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഇതല്ല, ഞാൻ ഈ ടിക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 10⁻⁻³ ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് K ഇൻറ്റു 0.1. ഈയുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, 0.1 ആണല്ലോ വരുന്നത്, വിത്ത് പവർ എക്സ് ഇൻറ്റു 0.1, ബിയും 0.1 തന്നെയാണ്, വിത്ത് പവർ Y. ഇത് 1 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, അടുത്തത് രണ്ടാമത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.2 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.2 വിത്ത് പവർ Y ആണല്ലോ. എക്സാമ്പിൾ നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാമല്ലോ. മൂന്നാമത്തെ കേസ് എനിക്ക് എന്ത് ചെയ്യാം? 6 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.2 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.4 വിത്ത് പവർ Y, ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചേടാ, നമുക്കിതിൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സാറ് വേറെ ഒന്നും ചെയ്യണ്ട, Y കട്ടാവുന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻ സാർ എടുത്ത് അങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ Y കട്ടാവുന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻ ഏതാ? ഒന്നും കാണുന്നില്ല, പ്രശ്നമായി. അപ്പം നമ്മൾ മനസ്സിലായല്ലോ, ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. നമ്മൾ പാർട്ട് 1 നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ലെവലും കൂടെ കൂടിയ ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ.
അപ്പം പ്രശ്നമായല്ലോ. y കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് കട്ടാകുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി y കട്ടാവുന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഒരു ഇക്വേഷനിലും y കട്ടാവുന്ന രീതിയിൽ വരുന്നില്ലല്ലോ. വേണ്ട, നിങ്ങൾ എക്സ് കട്ടാകുന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്തേ y കണ്ടുപിടിക്കാൻ വേണ്ടി. ആദ്യം നമുക്ക് y അങ്ങ് കണ്ടുപിടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ എക്സ് കട്ടാവണം കേട്ടോ. അപ്പോൾ എക്സ് കട്ടാവണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി? ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഡിവൈഡ് ചെയ്ത് വെച്ചാൽ പോരെ. അങ്ങനെ നിങ്ങളൊന്ന് കട്ട് ചെയ്തേ. 6 into 10 raised to minus 3 is equal to k into 0.2 with power x. ഓക്കെ ആണല്ലോ. 0.4 with power y divided by 3 into 10 raised to minus 3 is equal to k into 0.2 with power x into 0.2 with power y. ഓക്കെ ആണല്ലോ. എക്സിൻ്റെ ടൈം കട്ടായിപ്പോയി. നോക്കിക്കോണം, ഞാനിവിടെ കട്ട് ചെയ്തു. എക്സിൻ്റെ ടൈം കട്ടായിപ്പോയി, കെയും കട്ടായിപ്പോയി, 10 raised to minus 3യും കട്ടായിപ്പോയല്ലോ. അവിടെ 6ഉം 3യും കട്ടായി പോകുമ്പോൾ ബാക്കി ന്യൂമറേറ്ററിൽ 2 ആണ്. ന്യൂമറേറ്ററിൽ 2 y 0.4 വിത്ത് ഡിവൈഡഡ് ബൈ 0.2 എന്ന് പറയുമ്പോൾ 4/2 എന്ന് എടുത്ത് വെച്ചാൽ മതി. അഥവാ 2 വിത്ത് പവർ y വന്നു. 2 ഈസ് ഈക്വൽ ടു 2 വിത്ത് പവർ y. അഥവാ y എന്ന് പറയുന്നത് എന്തായിരിക്കും? 1. y കിട്ടി. ഇനി എക്സ് അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഈ 3 എക്സ്പെരിമെൻ്റൽ റിസൾട്ട് കണ്ടല്ലോ. ആ 3 എക്സ്പെരിമെൻ്റൽ റിസൾട്ടിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തേച്ചാൽ മതി? ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേച്ചാൽ മതി. അവിടെ വൈ കട്ടാവേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? വൈയുടെ വാല്യൂ നിങ്ങൾ ഈ 3 എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകൾ നിങ്ങൾ എഴുതിയിട്ടില്ലേ, ഞാൻ ഈ ടിക്ക് ചെയ്തത്, ഇതിൽ ഏതിലേക്കെങ്കിലും ഒന്നിൽ നിങ്ങൾ എന്ത് ചെയ്തേച്ചാൽ മതി? വൈയുടെ വാല്യൂ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ രണ്ട് ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ഡിവൈഡ് ചെയ്തേച്ചാൽ മതി. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യുക നിങ്ങൾ. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യത്തില്ലേ? ഞാനിതാ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതാ ഈ സ്ക്രീനിൻ്റെ മുകളിലേക്കാണ് എഴുതുന്നത് കേട്ടോ. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എഴുതി. 3 into 10 raised to minus 3 is equal to k into 0.2 with power x into 0.2 with power y. ഓക്കെ ആണല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ 1.5 into 10 raised to minus 3 is equal to k into 0.1 with power x into 0.1 with power y. ഇവിടെ നമുക്ക് ആരുടെ വാല്യൂ നമുക്കറിയാവുന്നത്? വൈയുടെ വാല്യൂ അല്ലേ നമുക്കറിയാവുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പോൾ ഞാൻ ഈ y ഞാൻ അങ്ങ് ഇറേസ് ചെയ്ത് കളഞ്ഞു വെച്ചു. അപ്പോൾ അവിടെ 1 ആണല്ലോ വരുന്നത്. അപ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 1 ആണ് വരുന്നത്. ഇനി നിങ്ങൾ ഇപ്പുറം നോക്കിക്കേടാ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3യും 1.5ഉം തമ്മിൽ കട്ടാവത്തില്ല. ബാക്കി 2 ആണല്ലോ വരുന്നത്. 2 ആ വരുന്നത്. ഈ 10 raised to minus 3യും 10 raised to minus 3യും കട്ടായി പോയില്ലേ? 10 raised to minus 3യും 10 raised to minus 3യും കട്ടായി പോയി. ശരിയാണല്ലോ. അത്രയും പാർട്ട് നിങ്ങൾക്ക് അവിടുന്ന് പോയി. ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നിങ്ങൾ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ അവിടെ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അങ്ങനെ എക്സിൻ്റെ പവർ 0 ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റിലോ എങ്ങനെ എഴുതാം? ഞാൻ ഈ മുകളിലേക്ക് കൊടുക്കുന്നു. R ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വിത്ത് പവർ 1 അല്ലേ വരുന്നത്. വൈയുടെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അവിടെ വൈ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കട്ടായി പോയല്ലോ നമുക്ക്. ഇനി വീണ്ടും നിങ്ങൾ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്? റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തേച്ചാൽ മതി? ഇവിടെ തന്നിരിക്കുന്നത് ഏതിലെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റൽ കണ്ടീഷനിലെ ഏതിലേക്കെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തേച്ചാൽ പോരെ. അങ്ങനെ ഏതിലേക്കെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്രയാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്നു കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ. ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ എടുക്കുന്നു. നമുക്ക് ഏതാ എടുക്കേണ്ടത്? 1.5 into 10 raised to minus 3. തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത് നോക്കിക്കേ. ഇതാ ഈ ആദ്യത്തെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം.
1.5 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, ശ്രദ്ധിച്ചോണേ, കെ ഇൻറ്റു എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഓർക്കുന്നുണ്ട്, 0.1 വിത്ത് പവർ എക്സ് 0.1 വിത്ത് പവർ വൈ ആണ് നമ്മുടെ ഇക്വേഷൻ, എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ. അവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 0. വൈയുടെ വാല്യൂ എത്രയായിരുന്നു? 1. ശരിയാണല്ലോ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് കോൺസ്റ്റൻ്റാ. അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളടാ? കെ മാത്രമല്ലേ ഉള്ളൂ. പോസിബിൾ അല്ലേ റേറ്റ് കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാൻ വേണ്ടി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അഥവാ 1.5 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇവൻ്റെ ടേം പവർ 0 വന്നിട്ടുണ്ടെങ്കിൽ 1 ആണല്ലോ. 0.1 വിത്ത് പവർ വൈ ആണല്ലോ വരുന്നത്. സോറി, വൈ എന്ന് പറയുന്നത് 1 അല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അഥവാ കെ ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 0.1 അല്ലേ, അഥവാ 15 ഇൻറ്റു 10⁻³ പോരെ. റേറ്റ് കോൺസ്റ്റന്റ് കെ കിട്ടിയില്ലേ? അപ്പം നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ റേറ്റ് ലോയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റൽ റേറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? റേറ്റ് കോൺസ്റ്റന്റ് കെ കിട്ടി. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതിലേത് മെക്കാനിസമാണ് കറക്റ്റ് നോക്കിക്കേ. നമ്മൾ നേരത്തെ തന്ന റിയാക്ഷൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരുന്ന റിയാക്ഷൻ ഇതായിരുന്നു, 2a + b gives c+d. എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേറ്റിലോ നമുക്ക് എങ്ങനെ എഴുതിയത്? R ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ വേണ്ട, കാരണം എ വിത്ത് പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വിത്ത് പവർ 1, ഇതാണ് നമ്മുടെ റേറ്റ് ലോയ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ആ റേറ്റ് ലോയ്ക്ക് അനുസരിച്ച് വരുന്ന മെക്കാനിസം ഏതാണ്? അതായത് സ്ലോ സ്റ്റെപ്പ് അഥവാ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ തീർച്ചയായിട്ടും റേറ്റ് ലോ എഴുതുമ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് ലോ ആയിരിക്കണം കിട്ടേണ്ടത്. അതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷന് അനുസരിച്ചുള്ള റേറ്റ് ലോ. ഇവിടെ മെക്കാനിസം 1ഉം കൊടുത്തിട്ടുണ്ട്, മെക്കാനിസം 2ഉം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ ആരുടെ കേസിലാണ് സ്ലോ സ്റ്റെപ്പിൽ നിന്ന് റേറ്റ് ലോ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് റേറ്റ് ലോ കിട്ടുന്നത്? മറ്റൊന്നുമില്ലല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് റേറ്റിൽ എഴുതുമ്പോൾ R ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് പവർ 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വിത്ത് പവർ 1. ശരിയാണോ? അത് തെറ്റല്ലേ? രണ്ടാമത്തെ കേസിൽ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് എഴുതി നോക്കിക്കേ, R ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വിത്ത് പവർ 1 അല്ലേ? അപ്പോൾ ഇവനല്ലേ ശരി? വേറൊരു കാര്യം മറക്കരുത്, സ്ലോ സ്റ്റെപ്പിൽ നിന്നായിരിക്കണം നമ്മൾ റേറ്റിലോ എഴുതേണ്ടത്. നെക്സ്റ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണം. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ cannot be less than 2, can have a fractional value, it is always a whole number, can be 0. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. മോളിക്കുലാരിറ്റി ലെസ് ദാൻ 2 എന്നല്ല പറയുന്നത്, മോളിക്കുലാരിറ്റി നെവർ എക്സീഡ് 3 എന്നാണ് പറയുന്നത്. മോളിക്കുലാരിറ്റി cannot be fraction, നെഗറ്റീവ്, ഇൻഫിനിറ്റി, ഇമാജിനറി ഓർ 0. 0 പറ്റത്തില്ല, നെഗറ്റീവ് പറ്റത്തില്ല, ഇൻഫിനിറ്റി പറ്റത്തില്ല, ഇമാജിനറി പറ്റത്തില്ല, ഫ്രാക്ഷൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ പറ്റത്തില്ല, 0 പറ്റത്തില്ല, ലെസ് ദാൻ 2 അല്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹോൾ നമ്പർ. ശരിയാണല്ലോ? നത്തിങ്, സിമ്പിൾ. ഓക്കെ, ആക്ടിവേഷൻ എനർജിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്. അതിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഞാൻ y ആക്സിസിൽ എടുക്കുന്നു. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് y ആക്സിസിൽ എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? x ആക്സിസിൽ എടുക്കുന്നു. നോക്കിക്കോണം, എടാ എനിക്കിത് ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ഈ ഗ്രാഫിൽ ഈ കർവിന് താഴെ വരുന്ന ഏരിയ മുഴുവൻ സൂചിപ്പിക്കുന്നത് എന്നാണെന്നറിയാവോ? നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഈ y ആക്സിസിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എനർജീനെ എനിക്ക് എന്ത് വിളിക്കാം? ആവറേജ് കൈനറ്റിക് എനർജി എന്ന് വിളിക്കാം. കാരണം നമ്മൾ ഈ കൊളീഷൻ തിയറിയുടെ ബേസിലാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനർജീനെ നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആവറേജ് എനർജി ആയിട്ട് തന്നെ നിങ്ങളത് ഓർത്തോ.
പീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മറക്കരുത്, നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഈ കർവിന് താഴെ വരുന്ന ഏരിയ. അപ്പം പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിൽ ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വരുന്ന റീജിയൻ ആണ് പീക്ക്. അപ്പോൾ ആ പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്? നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന എനർജി, അഥവാ അതിനെയാണ് നമ്മൾ ആവറേജ് എനർജി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന എനർജി, ആവറേജ് എനർജി. ഇനി ഇതാ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷനിലുള്ള മോളിക്യൂൾസ് മാത്രമേ എഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. എഫക്റ്റീവ് കൊളീഷൻ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിൽ എഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ മോളിക്യൂൾസ് ഏത് എനർജി പൊസസ് ചെയ്യണം? ത്രെഷോൾഡ് എനർജി പൊസസ് ചെയ്യണം. അപ്പം പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കർവ് പ്രകാരം നമ്മൾ എടുത്തിരിക്കുന്ന ഭൂരിഭാഗം മോളിക്യൂൾസും ഈ ത്രെഷോൾഡ് എനർജി പൊസസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രം, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിലുള്ള മോളിക്യൂളുകൾ മാത്രമേ ത്രെഷോൾഡ് എനർജി അറ്റൈൻ ചെയ്യുന്നുള്ളൂ. അവർ മാത്രമേ എഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ ഭൂരിഭാഗം മോളിക്യൂളും എഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിൽ അവർ പൊസസ് ചെയ്യുന്ന എനർജി കൂടാതെ, അഥവാ ഈ ആവറേജ് എനർജി കൂടാതെ ത്രെഷോൾഡ് എനർജി ഓവർകം ചെയ്യാൻ വേണ്ടി വേണ്ട ആ മിനിമം എക്സസ് എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി EA എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവേഷൻ എനർജി EA എന്ന് പറയുന്നത് മിനിമം എക്സസ് എമൗണ്ട് ഓഫ് എനർജി required for a reactant molecule to overcome threshold energy. ഇനി നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. എന്താ ആക്ടിവേഷൻ എനർജി? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഓവർകം ദ എനർജി ബാരിയർ അല്ലേ? ഇവിടെ എനർജി ബാരിയർ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? ത്രെഷോൾഡ് എനർജീനെ. ഓക്കെ, so let me go to the next question. For the reaction A gives B, delta H is given as 40 kilojoule per mole. If activation energy for the forward reaction is 60 kilojoule per mole, then activation energy for backward reaction. Backward reaction activation energy ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആക്ടിവേഷൻ എനർജിയും എൻതാൽപ്പി ചേഞ്ചും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓർത്ത് വെച്ചേക്കണം ആ റിലേഷൻഷിപ്പ്. ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ മൈനസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇപ്പം ഇതിനി ഒരു പക്ഷേ ഉണ്ടല്ലോ, ഇതൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് ശരിക്കും ഡിറൈവ് ചെയ്യേണ്ടത് നമ്മുടെ എക്സോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫിൽ നിന്നോ അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫിൽ നിന്നോ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ Y ആക്സിസിൽ ഞാൻ എനർജി എടുത്തു, X ആക്സിസിൽ റിയാക്ഷൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ പ്രോഗ്രസ്, ഇതിലേതെങ്കിലും ഒന്ന് എടുത്ത് വെച്ചാൽ മതി. റിയാക്ഷൻ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോണം നിങ്ങളെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എപ്പോഴും റിയാക്റ്റൻറ്റിൻ്റെ എനർജി ഉണ്ടല്ലോ പ്രൊഡക്റ്റിൻ്റെ എനർജിനേക്കാളും കൂടുതലായിരിക്കും. ആ ഗ്രാഫ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. റിയാക്റ്റൻറ്റിൻ്റെ എനർജി പ്രൊഡക്റ്റിൻ്റെ എനർജിനേക്കാളും കൂടുതലാണ്. കാരണം പ്രൊഡക്റ്റിൻ്റെ എനർജി കുറവായതുകൊണ്ടാണ് എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നത്. നേരെ മറിച്ച് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എപ്പോഴും റിയാക്റ്റൻറ്റിൻ്റെ എനർജി പ്രൊഡക്റ്റിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഇല്ല. ഈ ഗ്രാഫ് നോക്കി തന്നെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇതിൽ ഏതാണ് എക്സോതെർമിക് ഏതാണ് എൻഡോതെർമിക് എന്നുള്ളത്. ഇനിയുണ്ടല്ലോടാ, ഈ റിയാക്റ്റൻ്റ് പൊസസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് പൊസസ് ചെയ്യുന്ന എനർജിയാണ് പ്രൊഡക്റ്റിൻ്റെ ആവറേജ് എനർജി. ഞാൻ ചെറുതായിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ആക്ച്വലി ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ്. അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. ഇപ്പം ഈ ഉദാഹരണത്തിന് തന്നെ ഇപ്പം ഇവിടെ എയുടെ എനർജി എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ എനർജി ഞാൻ 100 കിലോ ജൂൾ ആയിട്ട് എടുക്കുന്നു, പ്രൊഡക്റ്റിൻ്റെ എനർജി 60 കിലോ ജൂൾ ആയിട്ട് എടുക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇത് നോക്കിയല്ലോ, കണ്ടല്ലോ നിങ്ങൾ
എ ഞാൻ എടുത്തിരിക്കുന്നത് 100 കിലോ ജൂൾ ആണ്. എ എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റിൻ്റെ എനർജി. ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ എനർജി എത്രയാണ്? 60 കിലോ ജൂൾ ആണ് കേട്ടോ, 60 കിലോ ജൂൾ. അങ്ങനെയാണെങ്കിൽ എ ബി ആയിട്ട് മാറുമ്പോൾ 100 കിലോ ജൂൾ ഉള്ളയാൾ 60 കിലോ ജൂൾ ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കണം? 40 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യണമല്ലോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ 40 കിലോ ജൂൾ ഇവിടെ +40 ആണ് കൊടുത്തിരിക്കുന്നത്, എൻഡോതെർമിക് ആണ്. അതുകൊണ്ട് നമുക്കിത് തിരിച്ച് എൻഡോതെർമിക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 100ഉം 60ഉം അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ഓർഡറിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ 60 കിലോ ജൂൾ ആണ്, ഇത് 100 കിലോ ജൂൾ ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ 60 കിലോ ജൂൾ ഉള്ള റിയാക്റ്റൻറ്റ് 100 കിലോ ജൂൾ ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? 40 കിലോ ജൂൾ എനർജി അബ്സോർബ് ചെയ്യണ്ടേ? ആ 40 കിലോ ജൂൾ എനർജിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണെന്ന് ഓർത്തല്ലോ. അപ്പോൾ അതാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഈ റിയാക്റ്റൻറ്റ് എ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഒരു എനർജി ബാരിയർ അവർ ഓവർകം ചെയ്യണം. ഇത് നോക്കിക്കേ, ഈ എനർജി ബാരിയർ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ റിയാക്റ്റൻറ്റ് ആരായിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ എനർജി ബാരിയറിനെ ഞാൻ എന്ത് പറയും? ത്രെഷോൾഡ് എനർജി എന്ന് പറയും. കാരണം അത് ഓവർകം ചെയ്യുന്ന ആൾക്ക് മാത്രമേ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ത്രെഷോൾഡ് എനർജി ഓവർകം ചെയ്യാൻ വേണ്ടി റിയാക്റ്റൻറ്റ് നിലവിൽ പ്രോസസ്സ് ചെയ്യുന്ന എനർജി കൂടാതെ അധികം വേണ്ട എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അത് ഫോർവേഡ് പ്രോസസ്സിലുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ആക്ടിവേഷൻ എനർജി എടുത്ത് ത്രെഷോൾഡ് എനർജി ഓവർകം ചെയ്ത് ആൾ എന്തായിട്ട് മാറി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഈ ഉണ്ടായ പ്രൊഡക്റ്റിനും വീണ്ടും തിരിച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? റിയാക്റ്റൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ പ്രൊഡക്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ എനർജി ബാരിയർ ഓവർകം ചെയ്താൽ മതി. അങ്ങനെ പ്രൊഡക്റ്റിനും തിരിച്ച് ഈ എനർജി ബാരിയർ അഥവാ ത്രെഷോൾഡ് എനർജി ഓവർകം ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റും അവിടെ എന്ത് ചെയ്യണം? ഒരു എക്സസ് എനർജി നിലവിൽ പ്രോസസ്സ് ചെയ്യുന്നത് കൂടാതെ ഒരു അധികം എനർജിയും കൂടെ പ്രോസസ്സ് ചെയ്യണമല്ലോ. ആ അധികം എനർജീനെ നമുക്ക് അവിടെ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കാം. പക്ഷേ ആ പ്രോസസ്സ് ബാക്ക്വേർഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിച്ചോണം? ആക്ടിവേഷൻ എനർജിയോ ബാക്ക്വേർഡ് പ്രോസസ്സ് എന്ന് വിളിച്ചോണം. ഇനി നിങ്ങൾ നോക്കിക്കേടാ ഗ്രാഫിൽ ഡെൽറ്റ എച്ച് ഒന്നെങ്കിൽ നമുക്ക് റിയാക്റ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും എനർജിയുടെ ഡിഫറൻസ് തമ്മിൽ പറയാം, അല്ലെങ്കിൽ ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവേഷൻ എനർജികൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് പ്രോസസ്സ് മൈനസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് പ്രോസസ്സ്. അപ്പോൾ സബ്ജക്റ്റീവ് ലെവലിലുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇത് ഒന്നെങ്കിൽ നിങ്ങൾ എക്സോതെർമിക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന എൻഡോതെർമിക്കിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ വെച്ചാൽ മതി? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് പ്രോസസ്സാണ് കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ എച്ച് അല്ല. അപ്പോൾ ഇവനൊന്നും കൂടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് പ്രോസസ് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് പ്രോസസ്സ് മൈനസ് ഡെൽറ്റ എച്ച്. ചുമ്മാ വാല്യൂ കൊടുത്തു നോക്കുന്നു. ഫോർവേഡ് 60 കിലോ ജൂൾ ആണ്, ഡെൽറ്റ എച്ച് 40. എത്ര വന്നു? 20. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. വീണ്ടും എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ഷൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും മീൻ ചെയ്യുന്നില്ല. റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ തന്നെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആരുടെ ടേംസിൽ തന്നെ വേണം? ഹൈഡ്രജൻ്റെ ടേംസിൽ തന്നെ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ R ഈസ് ഈക്വൽ ടു -1/2 d by -1/3 മൈനസ് d by dt ഓഫ് H2. ഓക്കെ, മറ്റൊന്നുമില്ല ഇവിടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു ചോദ്യമാണ്. പൊതുവെ എപ്പോഴും ഒരു ഡൗട്ടായിട്ട് ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. സ്യൂക്രോസ് ഡിക്കമ്പോസ് ഇൻ ആസിഡ് സൊല്യൂഷൻ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ഓർഡർ റേറ്റ് ലോ. ഓക്കെ, T-half is given as a 3 hour. What is the fraction of sample of sucrose remains after 8 hour? Fraction of sucrose remains after 8 hour കണ്ടുപിടിക്കേണ്ടത്. ഫ്രാക്ഷൻ ഓഫ് സ്യൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാടാ?
ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷനാണ്. ഇവനാണ് കണ്ടുപിടിക്കേണ്ടത്. ഗീവൺ എമൗണ്ട് ഓർ ആക്ച്വൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എമൗണ്ട്, അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യനിൽ പിടികിട്ടേണ്ടത്. R/R0യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. R/R0 കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഏത് ഇക്വേഷനേ ഉള്ളൂ? K is equal to 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു log R0/R ആണല്ലോ. R0/R ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുന്നു. T½ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T½ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് റേറ്റ് കോൺസ്റ്റന്റ് K ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1ൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള ഡൗട്ടും ഇല്ല. അപ്പോൾ ഇവിടെ T½ തന്നിട്ടുണ്ടോ, അവിടെ K ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇവിടെ T½ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ K ഞാൻ എഴുതാൻ വേണ്ടി 0.693 ഡിവൈഡഡ് ബൈ T½ എന്ന് എടുക്കാം, അല്ലെങ്കിൽ 3 എന്ന് എനിക്ക് എടുക്കാം, which is equal to 2.303 ഡിവൈഡഡ് ബൈ 8. എല്ലാം അവറിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. log R0/R log R0/R ഓക്കെ ആണല്ലോ. ഇനി ഞാനിതാ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുന്നു. log R0/R ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.693 ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു 3. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഈ 0.693 എന്ന് പറയുന്നത് ആരാണ്? 2.303 ഇൻറ്റു 0.3 അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 2.303യും 2.303യും എന്ത് ചെയ്തു? കട്ടായിപ്പോയി. ഇത് രണ്ടും കട്ടായിപ്പോയി. ബാക്കി ഇത് എങ്ങനെ എഴുതാം? log R0/R എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 8 ഇൻറ്റു ഈ 3യും 3യും നമുക്കിവിടെ കട്ടാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായില്ലേ? 0.1 വന്നു. അപ്പം വേറൊന്നും ഇവിടെ വേണ്ട. log R0/R എന്ന് പറയുന്നത് ആരാണ്? 0.8. 0.8 കിട്ടി. അങ്ങനെയാണെങ്കിൽ log R0/R എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, log R0/R ആണ് നമുക്ക് 0.8 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ R0/R എന്ന് പറയുന്നത് ആരായിരിക്കും? ആൻറ്റി ലോഗ് ഓഫ് 0.8 അല്ലേ? ആൻറ്റി ലോഗ് ഓഫ് 0.8 എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ആൻറ്റി ലോഗ് ഓഫ് 0.8 എന്ന് പറയുന്നത് എത്ര വരുമെന്ന് അറിയാവോ? ആൻറ്റി ലോഗ് ഓഫ് 0.8 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻറ്റി ലോഗ് ഓഫ് 0.8 ആൻറ്റി ലോഗ് ഓഫ് 0.8 നമുക്ക് ലോഗ് 0.8 കൂട്ടി ലോഗ് വരുന്നത് ആരുടെ കേസിലാണ്? 0.845. log 7 അല്ലേടാ 0.845 എന്ന് പറയുന്നത്. 845. log 6 എന്ന് പറയുന്നത് ആരാണ്? 0.7781. നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പല ക്ലാസ്സുകളിലൂടെയും പറയാറുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു ജസ്റ്റ് റിമെമ്പർ ദ വാല്യൂ ഓഫ് log 1 to 10. ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടേതായ വഴികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഒരു പക്ഷേ നമുക്ക് സ്കൂളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ഓർമ്മയിൽ നിൽക്കുന്ന എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൂടെ ഞാനത് ആവശ്യപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും നമുക്ക് അറിയാം 0.8 കിട്ടണമെങ്കിൽ log 6നും അല്ലെങ്കിൽ 6നും 7നും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരാളുടെ ലോഗ് വാല്യൂ ആണ് നമ്മൾ ഈ 0.8 എന്നുള്ളത്. അപ്പം നമ്മുടെ ലോഗരിതം ഉപയോഗിച്ച് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ log 8 എന്ന് പറയുന്നത് 6.3445 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷെ പിന്നെ പ്രശ്നം തീർന്നില്ലടാ. R0/R അല്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? R/R0 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. R/R0 ഈസ് ഈക്വൽ ടു ഞാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.1576 ആണ്. ഓക്കെ. അപ്പോൾ എനിവേ ഇതും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ നമുക്ക് എല്ലാവർക്കും, എനിക്ക് ഉറപ്പാണ് മിക്കവാർക്കും തന്നെ ഇത് ഒരു ഫെമിലിയർ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കാം. The decomposition of dimethyl ether lead to the formation of methane H2
hydrogen carbon monoxide and the reaction rate is given as R is equal to K into concentration of dimethyl ether അല്ലെങ്കിൽ methoxymethane with power 3/2. The rate of reaction is followed by increase in pressure in a closed vessel. Okay. So the rate can also be expressed in terms of partial pressure of dimethyl ether. റേറ്റ് പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. കാരണം കോൺസെൻട്രേഷൻ നമ്മൾ പാർഷ്യൽ പ്രഷറിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ പറഞ്ഞാൽ മതി. ഇഫ് ദ പ്രഷർ ഈസ് മെഷേർഡ് ഇൻ ബാർ ആൻഡ് ടൈം ഇൻ മിനിറ്റ്, ദെൻ വാട്ട് ആർ ദ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, വേറൊന്നും നമുക്ക് വേണ്ട. റേറ്റിൻ്റെ യൂണിറ്റ് നമുക്ക് പ്രശ്നമൊന്നുമില്ല. റേറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ മൊളാരിറ്റിയിലാണ് എടുക്കുന്നതെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1 മിനിറ്റ് റേസ് ടു -1. ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് മിനിറ്റിൽ എടുത്തതേ ഉള്ളൂ. ഓക്കെ. ഇനി ഇത് പ്രഷറിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് നമ്മൾ കൊടുക്കണം. ഒന്നെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ബാർ ആയിരിക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതില്ല? ബാറിലല്ലേടാ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു ബാർ മിനിറ്റ് റേസ് ടു -1. ഓക്കെ. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റായി നമുക്ക് ബാറിൽ പറഞ്ഞതുകൊണ്ട് റേറ്റിൻ്റെ യൂണിറ്റാണ്. കാരണം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ ടൈമാണ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ബാറിലായതുകൊണ്ട് ബാർ ഡിവൈഡഡ് ബൈ മിനിറ്റ്. മിനിറ്റ് ന്യൂമറേറ്ററിലേക്ക് വന്നപ്പോൾ മിനിറ്റ് ഇൻവേഴ്സ്. അതിൽ ഡൗട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത നോക്കിക്കേ, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ്. ഇത് ഏത് ഓർഡർ റിയാക്ഷനാണ്? അവിടെ പ്രശ്നം വരുന്നത് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷനാണ്. എപ്പോഴും നമുക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷകളിലെല്ലാം നമ്മളോട് ചോദിക്കാറുള്ളത് സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ഏതാണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ഏതാണ്, സെക്കൻഡ് ഓർഡർ ഏതാണ്, തേർഡ് ഓർഡർ ഏതാണ്? നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റിൻ്റെ അതേ യൂണിറ്റ് ആയിരിക്കും. മോൾ ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 അല്ലെങ്കിൽ മിനിറ്റ് റേസ് ടു -1. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമ്മുടെ ടൈമിൻ്റെ യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ നമുക്കറിയാം. സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മിനിറ്റ് ഇൻവേഴ്സ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിലും ഒരു പരിധി വരെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. തേർഡ് ഓർഡർ ആണെങ്കിൽ മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1. അത്രയും പ്രശ്നമില്ല. പക്ഷേ ഈ ഫ്രാക്ഷണൽ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഫ്രാക്ഷണൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് വെച്ചാൽ മതി. മോൾ ലിറ്റർ റേസ് ടു -1 വിത്ത് പവർ 1 - x ഇൻറ്റു ടൈം ഇൻവേഴ്സ്. ടൈം നമുക്ക് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ മിനിറ്റിൽ കൊടുത്തേക്കുന്നു, മിനിറ്റ് ഇൻവേഴ്സ്. ഇവിടെ കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്ററിലല്ല ബാറിലായതുകൊണ്ട് കെ എങ്ങനെ എഴുതാം? ബാറ് 1 - x മിനിറ്റ് ഇൻവേഴ്സ്. നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ആരാ? ഓർഡറാ. ഇവിടെ ഓർഡർ എത്രയാ? 3/2 അല്ലേ ഓർഡർ? അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി വെച്ചാൽ മതി. കെ ഈസ് ഈക്വൽ ടു ബാർ വിത്ത് പവർ 1 - 3/2 മിനിറ്റ് ഇൻവേഴ്സ്. മിനിറ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ബാർ വിത്ത് പവർ -1/2 മിനിറ്റ് ഇൻവേഴ്സ്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റായി, ആൻസറായി. പക്ഷെ ഇവിടെ ഒരു ഡൗട്ട് വരുന്നത്, സാറേ ഞങ്ങൾ ഇവിടെയുള്ള ഈ ജനറൽ ഫോർമുല ഞങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ബെറ്റർ അത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം സപ്പോസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ റേറ്റിലോട് ഇക്വേഷൻ കൊടുത്താൽ മതി. റേറ്റ് ലോ എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ വിത്ത് പവർ എക്സ് ആണല്ലോ. എക്സ് നമ്മുടെ ഓർഡർ. റേറ്റ് എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ബൈ ടൈം എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, കോൺസെൻട്രേഷൻ ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ വിത്ത് പവർ എക്സ്. എടാ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, K എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? ഈ കോൺസെൻട്രേഷൻ വിത്ത് പവർ എക്സ്, റൈറ്റ് കണ്ട കോൺസെൻട്രേഷൻ വിത്ത് പവർ എക്സ് ഇല്ലടാ, അത് മെല്ലെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയിക്കേ. ആദ്യം അത് ഡിനോമിനേറ്ററിൽ പോവും, പിന്നെ ന്യൂമറേറ്ററിലേക്ക് വരും. കോൺസെൻട്രേഷൻ വിത്ത് പവർ -x ആയില്ലേ? കോൺസെൻട്രേഷൻ വിത്ത് പവർ 1 അവിടെ ഓൾറെഡി ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ കോൺസെൻട്രേഷൻ വിത്ത് പവർ -x കൂടെ വരുമ്പോൾ എന്തായിട്ട് മാറും? കോൺസെൻട്രേഷൻ വിത്ത് പവർ 1 - x. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടൈം ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്താവും? ടൈം ഇൻവേഴ്സ്. ഇതല്ലേ ജനറൽ ഫോം? ഇനി ഏതെങ്കിലും കാരണവശാൽ സ്കൂളിൽ ഇത് മറന്നുപോയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റേറ്റിൽ ഓർക്കുക, പെട്ടെന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. The rate constant for the decomposition of hydrocarbon is given as
2.418 into 10 raised to minus 5 second inverse at 546 Kelvin. If the energy of activation is 179.9 kilojoule per mole, then what will be the value of pre-exponential factor? Rate constant for the decomposition of hydrocarbon നമുക്ക് തന്നിട്ടുണ്ട്, K തന്നിട്ടുണ്ട്. If the activation energy is given as 179.9, what will be the pre-exponential factor? Pre-exponential factor എന്ന് പറയുന്നത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് pre-exponential factor. ഓക്കെ, എന്താണേലും നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? അരീനസ് ഇക്വേഷൻ ആണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. അരീനസ് ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അരീനസ് ഇക്വേഷൻ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ആയതുകൊണ്ട് അതിൻ്റെ ലോഗരിതമിക് ഫോമിലുള്ള ഇക്വേഷൻ എടുത്താൽ പോരെ. ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി എം. ഓക്കെ, വാല്യൂ ലോഗ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. Log A is equal to log K plus EA divided by 2.303 RTM. ഓക്കെ ആണല്ലോ. ഇനി വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലോഗ് എ ഈസ് ഈക്വൽ ടു ലോഗ് കെയുടെ വാല്യൂ 2.418 into 10 raised to minus 5 plus EA 179.9 കിലോ ജൂൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അവിടെ. കാരണം ഈ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ 6 വരുന്നത് കൊണ്ട് 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 അല്ലേ വരുന്നത്. 8.314 ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 ആണ് 6ൻ്റെ വാല്യൂ വരുന്നത്. അപ്പം 6ൻ്റെ യൂണിറ്റ് ജൂളിലുള്ളത് കൊണ്ട് നമ്മുടെ മുകളിൽ ന്യൂമറേറ്ററിൽ വരുന്ന ആക്ടിവേഷൻ എനർജീനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തോണം? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തോണം. 10⁻³ ജൂൾ പെർ മോളാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ താഴെ 2.303 ഇൻറ്റു 6ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 8.314 ഇൻറ്റു ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുന്ന 546 കെൽവിൻ. കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനുകളുടെ രീതി അതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ കെമിക്കൽ കൈനറ്റിക്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെയല്ല. ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. ഞാനിപ്പോൾ അധികം ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കാൽക്കുലേഷൻ അറിയാം. അങ്ങനെ ഞാൻ ലോഗ് എയുടെ വാല്യൂ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലോഗ് എ എനിക്ക് കിട്ടുന്നത് 12.59 ആണ് എനിക്ക് കിട്ടുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിന്ന് ഈ ലോഗ് എയിൽ നിന്ന് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ വാല്യൂ ആണ്. ലോഗ് എയിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ തൊട്ട് റൈറ്റ് സൈഡിൽ ഉള്ള ആളുടെ ആൻറ്റിലോഗ് കൺസിഡർ ചെയ്ത് വെച്ചാൽ മതി. ലോഗ് എ ഈസ് ഈക്വൽ ടു 12.59. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ആൻറ്റിലോഗ് ഓഫ് 12.59. ആൻറ്റിലോഗ് ഓഫ് 12.59 കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിലോഗ് ഓഫ് എ ഇൻറ്റു ബി എന്താണെന്ന് അറിയാവോ? അല്ലെങ്കിൽ ആൻറ്റിലോഗ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ആൻറ്റിലോഗ് ഓഫ് എ ഇൻറ്റു ആൻറ്റിലോഗ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 12.59 ഉണ്ടല്ലോ, ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻറ്റിലോഗ് ഓഫ് 12 പ്ലസ് 0.59 എന്ന് എനിക്ക് എഴുതത്തില്ലേ? അഥവാ ആൻറ്റിലോഗ് ഓഫ് 12 പ്ലസ് 0.59 എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എഴുതാം. ആൻറ്റിലോഗ് ഓഫ് 12 ഇൻറ്റു ആൻറ്റിലോഗ് ഓഫ് 0.59. ഏതൊരാളുടെയും ഫ്രാക്ഷൻ അല്ലാത്ത ഒരാളുടെ ആൻറ്റിലോഗ് എടുക്കാൻ വേണ്ടി അവൻ്റെ 10ൻ്റെ പവർ എടുത്താൽ മതി. ഫ്രാക്ഷൻ പറ്റത്തില്ല. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തരണം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻറ്റിലോഗ് ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും കൂട്ടി പറഞ്ഞോണം 10⁻⁴. ഫ്രാക്ഷൻ ആകാൻ പാടില്ല.
അപ്പോൾ ഈ ആൻറ്റി ലോഗ് ഓഫ് 12 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 10⁻12 ആൻറ്റി ലോഗ് ഓഫ് 0.59 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10⁻0.59 എന്ന് പറയാം. പക്ഷെ നമുക്കവിടെ ആൻസർ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ആ കേസിൽ ഫ്രാക്ഷൻ വരുന്നത് കൊണ്ട് അവിടെ നമ്മൾ ലോഗരിതം ടേബിൾ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിച്ചോണം. അപ്പോൾ അങ്ങനെ ഞാൻ ആൻറ്റി ലോഗ് ഓഫ് 0.59 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നത് 3.9. Therefore, the answer is 3.9 into 10⁻12. കാൽക്കുലേഷൻ മെത്തേഡ് ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ. ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനെ, ഇതും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 decomposes to H2O and O2 in a reaction which is first order in hydrogen peroxide, first order with respect to hydrogen peroxide and has a rate constant K is equal to 1.06 into 10⁻³ minute inverse. Then how long will it take 15% of a sample to decompose? 15% ഡിക്കമ്പോസ് ആകാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് എളുപ്പമാണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡിക്കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിക്കമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായിട്ട് മാറുന്നതാണ് റിയാക്ഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമുക്കിതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. ടൈം T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? T is equal to 2.3a divided by K into log R0 divided by R ആണല്ലോ. log R0 divided by R. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് വെച്ചാൽ മതി. അപ്പോൾ 15% നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറഞ്ഞതാണ്. പേഴ്സൻറ്റേജിലാണ് നമ്മൾ തന്നിരിക്കുന്നതെങ്കിൽ ഇനിഷ്യൽ വാല്യൂ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 100 ആയിട്ട് എടുക്കാം. ഫൈനൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം. അപ്പോൾ 15% റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ 100 എടുത്തു, ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയായിരിക്കണം? 85 അല്ലേ? കാരണം 15% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ T എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? 2.303 ഡിവൈഡഡ് ബൈ K ഞാൻ കൊടുക്കുന്നു. Kയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? K 1.06 into 10⁻³ into log 100 divided by 85 അല്ലേ? or which is equal to, സോൾവ് ചെയ്യുന്ന ഞാൻ 100 divided by 85 എന്ന് പറയുന്നത് 100 divided by 85 അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലോഗ് A/B ഫോമിൽ എടുത്ത് വെച്ചാൽ മതി. ലോഗ് A/B എന്ന് പറയുന്നത് ആരാണ്? log A/B is equal to log A minus log B. സോൾവ് ചെയ്യാവല്ലോ. അപ്പോൾ ഞാനിത് സോൾവ് ചെയ്യുന്നു. ഞാൻ 2.303 ഡിവൈഡഡ് ബൈ 1.06 into 10⁻³ into log 100 divided by 85 ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ജസ്റ്റ് ഈ ഇത് മാത്രം ഞാൻ ഇവിടെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. log 100 മൈനസ് log 85 എന്ന് ഞാൻ കൊടുക്കുന്നു. log 100ൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ് വരുന്നത്. log 85ൻ്റെ വാല്യൂ ആണ് നമുക്ക് അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. log 85 ആണ് വേണ്ടത്. log 85 നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 1. log 100 എന്ന് പറയുന്നത് 2 ആണെങ്കിൽ തീർച്ചയായിട്ടും log 85 എന്ന് പറയുന്നത് 2വിനേക്കാളും സ്വല്പം താഴെ ആയിരിക്കണം. 1.9292 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.0706 ആണ് കിട്ടുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് T കാൽക്കുലേറ്റ് ചെയ്യുന്നു. T കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വാല്യൂ ഞാൻ കൊടുക്കുന്നു. T എന്ന് പറയുന്നത് 153.38 ആണ്. 153.38. ഞാനത് സമയം പരിമിതി കൊണ്ട് ഞാൻ ആ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് log 100 by 85ൻ്റെ വാല്യൂ കിട്ടുവാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കവിടെ വരുന്നുള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾ ഇതിൽ രസകരമായിട്ടുള്ള അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് 85% ഓഫ് എ സാമ്പിൾ ടു ഡിക്കമ്പോസ്? ഈ സെയിം കാര്യം തന്നെ 85% കംപ്ലീറ്റ് ആകാൻ വേണ്ടി എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ നമ്മളോട് 15% കംപ്ലീറ്റ് ആകാൻ വേണ്ടി എടുക്കുന്ന സമയമല്ലേ? 15% കംപ്ലീറ്റ് ആകാനാണെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഫൈനൽ കോൺസെൻട്രേഷൻ എന്തായിട്ട് എടുത്തോണം?
15%, സോറി 85%. ഇനി 85% റിയാക്ഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിലോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100, ഫൈനൽ കോൺസെൻട്രേഷൻ 15%. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് K എനിക്ക് എങ്ങനെ എഴുതാം? 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു ലോഗ് 100 ഡിവൈഡഡ് ബൈ 85% കംപ്ലീറ്റ് ആയി 15 അല്ലേ വരുന്നത്. നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. T ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി എ ഈസ് ഈക്വൽ ടു 2.303 ബൈ കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2.303 ഡിവൈഡഡ് ബൈ 1.06 ഇൻറ്റു 10⁻³ ഇൻറ്റു ലോഗ് 100 മൈനസ് ലോഗ് 15. ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 1790.325. അപ്പം ഇതാണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനുകളുടെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചെയ്ത ക്വസ്റ്റ്യനുകളുടെ ഫോർമാറ്റ് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചില ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് വരാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട നമുക്ക് സെക്കൻഡ് ഇയറിലുള്ള ചാപ്റ്ററുകളിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ്. പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്നാൽ പോലും ക്വസ്റ്റ്യനുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പം നന്നായിട്ട് അതിലെ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം എനിവേ ഓക്കെ, താങ്ക് യു വെരി മച്ച്.